മൈക്കിൾ ജാക്സൺ മരിച്ച ആ സമയങ്ങളാണ്. ആ സമയത്താണ് ഞാനിങ്ങനെ ജോലിയൊക്കെ ചെരുപ്പടയിലൊക്കെ നിൽക്കുന്നത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ്. അങ്ങനെ അപ്പൊ ലൈഫ് പറയൂ, എല്ലാവരും അറിയണല്ലോ, എല്ലാരും കേൾക്കണം. ഇതൊക്കെ എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. നമ്മള് 10 തോറ്റിട്ട് പിന്നെ നേരെ ജോലിക്കാണ് കയറിയത്. കാരണം നമുക്ക് പഠിക്കാനുള്ള മൈൻഡ് ഉണ്ടായില്ല. അത് എല്ലാവർക്കും കിട്ടണം എന്നില്ലല്ലോ, അതങ്ങനെ ആയിപ്പോയി. പക്ഷെ അത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ജോലിക്ക് പോണ സമയത്താണ് ഒരു പയ്യൻ വന്ന് പറഞ്ഞു, മോനെ ചേട്ടാ ചേട്ടനെ കാണാൻ മൈക്കിൾ ജാക്സൺ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആരാന്ന് ചോദിച്ചു. അതാരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ചേട്ടാ ഈ മൂൺ വാക്കൊക്കെ ചെയ്യുന്നു. മൂൺ വാക്ക് അതെന്താന്ന് ഞാൻ അവനോട് ചോദിച്ചത്. അത് അറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അവിടെ വരെ എനിക്ക് മൈക്കിൾ ജാക്സൺ എന്താണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പിൻകാലത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച് എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനിത് കണ്ടിട്ടുണ്ട്. ടി വിയിൽ ജാക്സന്റെ ഈ മൂൺ വാക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഡേഞ്ചറസ് ടൂറിൽ ആള് ചെയ്തിട്ടൊരു മൂൺ വാക്ക് എൻ്റെ ഓർമ്മയിൽ അത് കിടക്കുന്നുണ്ട്. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് എപ്പോഴോ. പക്ഷെ പിന്നെ നമുക്കറിയില്ലല്ലോ അതെന്താണെന്നുള്ളത്. ആ സമയത്തൊന്നും അറിയില്ല. അന്ന് ഇന്നത്തെ പോലെ ഇന്റർനെറ്റും ഒറ്റയടിക്ക് യൂട്യൂബൊക്കെ എടുത്ത് കാണാനുള്ള ബുദ്ധിയൊന്നും ഒരാൾക്കില്ല. അന്ന് എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല യൂട്യൂബ് എന്താണെന്ന് പോലും അറിയാത്തൊരു കാലം ആ സമയങ്ങൾ. അപ്പൊ അന്ന് എനിക്ക് കിട്ടിയതൊക്കെ CDs ആണ്. CD-കളാണ് ഞാൻ എന്നിട്ട് കണ്ട് ആദ്യമായിട്ട് കാണുന്നതും പഠിക്കണതും